ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അഭിസുഷൻ. ഇന്ന് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. ഇത് വളരെ യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് നമുക്ക് സ്റ്റാറ്റസുകളൊക്കെ നമുക്ക് ഇനി അടിപൊളിയായിട്ട് നമുക്ക് മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് കാണാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസിൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നതിന് മുൻപ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു അപ്ഡേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ സാധാരണ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പല ഫോട്ടോകൾ നമ്മൾ സ്റ്റാറ്റസ് ആയിട്ട് നമ്മൾ വെക്കാറുണ്ട് അല്ലെ. അപ്പം അതിനെ കുറിച്ചുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇന്ന് പറയുന്നത്. അതിനായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആൻഡ്രോയിഡിലാണെങ്കിലും അല്ലെങ്കിൽ ഐഫോണിലാണെങ്കിലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ 2 ദിവസം മുൻപാണ് എന്റെ ഫോണിൽ വന്നത്. ഇതിനു മുൻപ് വന്നിരിക്കുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ നമുക്ക് എനേബിൾ ആവും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി ഞാൻ പോവാണ്. സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ക്യാമറയുടെ ഐക്കൺ അല്ലെ. ആ ക്യാമറയുടെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിലുള്ള പല ഫോട്ടോസും നമുക്ക് സ്റ്റാറ്റസ് ആയി വെക്കാൻ സാധിക്കും. അപ്പൊ ഞാനിവിടെ ഒരു മമ്മൂട്ടിയുടെ ഫോട്ടോ എടുത്ത് വെച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അതൊന്ന് ഞാൻ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഏത് ഫോട്ടോ, നിങ്ങളുടെ ഫോട്ടോ ഒക്കെ വെക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് എഡിറ്റ് ബട്ടൺ കാണിക്കുന്നുണ്ട്, ക്രോപ്പ് ബട്ടൺ, അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അടുത്തായിട്ട് ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കൂടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മ്യൂസിക് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഫോട്ടോയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിട്ട് മ്യൂസിക് വെക്കാം. ഇവിടെ നമുക്ക് ഓട്ടോ ആയിട്ട് കുറെ സോങ്സ് വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണോ, മലയാളം വേണോ, തമിഴോ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഒരു മലയാളം സോങ് ആണ് ഇതിന്റെ ഈ ഒരു സ്റ്റാറ്റസിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു സോങ് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നെങ്കിൽ അവിടെ കണ്ടില്ലേ മലയാളം സോങ്സ് കുറെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ലിറിക്സ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. അപ്പൊ നമുക്ക് കണ്ടോ ആ സോങ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് താഴെ കാണാൻ പറ്റും 15 സെക്കൻഡ്സ് ആണ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് വേണ്ടത് നോക്കാം. ഹമ്മിങ് വരുന്നതാണെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ ലൈൻസ് തന്നെ വരുന്നതാണെങ്കിൽ ആ ഭാഗം നോക്കി സെലക്ട് ചെയ്യുന്നതിന് ശേഷം ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഏരോ മാർക്ക് കാണുന്നില്ല, അവിടെ നിന്ന് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സോങ് ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ സ്റ്റാറ്റസ് കാണുന്ന ആളുകൾക്ക് മുഴുവൻ നിങ്ങളുടെ ഫോട്ടോ മാത്രമല്ല കാണാം, അതിന്റെ കൂടെ ഈ ഒരു സോങ് കൂടി ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവും. നല്ല അടിപൊളിയായിട്ട് അവർക്ക് കാണാൻ വേണ്ടി സാധിക്കും. എല്ലാവരും നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കി നോക്കുക, കമന്റ് ആയിട്ട് അറിയിക്കാൻ